Good afternoon, all. Good afternoon. Yeah, good afternoon. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതായിരുന്നു? ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും അല്ലെ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും അങ്ങനെ ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. ഡൗട്ടില്ല? എല്ലാവർക്കും ക്ലിയർ ആണ്? മനസ്സിലായി ആണോ? എല്ലാവരും ഫുഡ് കഴിച്ചാണോ? ലഞ്ച് കഴിച്ചു എല്ലാവരും? കഴിച്ചോ? യെസ്, എല്ലാവരും കഴിച്ചു. ദിവ്യ മാത്രം കഴിച്ചുള്ളൂ, ബാക്കി ആരും കഴിച്ചിട്ടില്ല? ലഞ്ച് കഴിച്ചു എല്ലാവരും? കഴിച്ചു. ക്ലാസ്സില് ആക്റ്റീവ് ആണോ? സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് റെഡി ആണോ എല്ലാവരും? അതെ. എന്നപ്പോ ഒരു റെസ്പോണ്ട് ചെയ്യാതെ പാസീവ് വോയിസ് ഒക്കെ മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണ്? കഴിഞ്ഞ ക്ലാസ് എടുത്ത് എല്ലാവർക്കും മനസ്സിലായി? മനസ്സിലായി. ഓക്കെ. പിന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അല്ലേ? ഡയറക്റ്റും ഇൻഡയറക്റ്റും ഇതല്ലേ പറഞ്ഞേ? സ്പീച്ചും. പക്ഷെ അത് പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ടെൻസ് എന്താണെന്ന് അറിയണം. എല്ലാ ടെൻസും അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഡയറക്റ്റും ഇൻഡയറക്റ്റും കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ടെൻസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ. ഓരോ ടെൻസ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? നോട്ട്സ് ക്ലിയർ ആണ്? എല്ലാവർക്കും കാണുന്നുണ്ട് അല്ലെ? കാണുന്നുണ്ട്. ഓക്കെ. നോട്ട്സിൽ നോക്കൂ. പ്രസന്റ് ടെൻസ് അല്ലെ? നമുക്ക് 3 തരം ടെൻസ് ഉണ്ട് അല്ലെ? പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതെല്ലാവർക്കും അറിയാം. പ്രസന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യം, പാസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യം, ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വരാൻ പോകുന്നത് അല്ലെ? ഇത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കറക്റ്റ് ആയിട്ട് അറിയാം. അതിൽ വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ? ആകെ ഡൗട്ട് വരുന്നത് ഏതിനാണ്? പ്രസന്റ് ടെൻസ് അല്ലെ? പ്രസന്റ് ടെൻസിൽ വരുന്ന 4 ആക്ഷൻസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ? എല്ലാ ടെൻസിലും 4 വീതം ആക്ഷൻസ് ഉണ്ട്. അതാണ് എല്ലാവർക്കും മെയിൻ ആയിട്ട് വരുന്ന ഡൗട്ട് അല്ലെ? അവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഹാവ് എവിടെയാണ്? ഹാവ് ബീൻ എവിടെയാണ്? ഹാസ് ബീൻ എവിടെയാണ് അല്ലെ? ഇതൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ എല്ലാവർക്കും ടെൻസ് എല്ലാം അറിയാം, ശരി പഠിപ്പിക്കണ്ട എന്നാണോ? അറിയൂ. അറിയാത്തവരുണ്ട്, അറിയാവുന്നവരുണ്ട്. എന്തോ? മുഴുവനായിട്ട് അറിയില്ല, ഏകദേശം അറിയുള്ളൂ അല്ലെ? നമുക്ക് ടെൻസ് അപ്പോ നന്നായിട്ട് പഠിക്കാം. ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമുക്ക് ടെൻസ് പഠിക്കാം. ആരെ എപ്പോ ചോദിച്ചാലും നമുക്ക് ടെൻസ് പറയാൻ പറ്റണം. ഓക്കെ. ഫസ്റ്റ് നമുക്ക് പ്രസന്റ് ടെൻസ് നോക്കാം അല്ലെ? പ്രസന്റ് ടെൻസ് അറിയാം, ഇപ്പോൾ നടക്കുന്ന കാര്യം. അപ്പോ പ്രസന്റ് ടെൻസിലെ ഫസ്റ്റ് ആക്ഷൻ ആണ് എന്ത്? സിമ്പിൾ പ്രസന്റ് അല്ലെ? പ്രസന്റ് സിമ്പിൾ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എല്ലാവർക്കും അറിയാം. എന്താണ് അത്? നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എങ്ങനെയൊക്കെ പറയും? ഒരു ഹാബിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു റൊട്ടീൻ, നമുക്ക് ദിനചര്യകൾ അല്ലെ? ഒരു ഹാബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഹാബിറ്റ്, ചെയ്യുന്ന പ്രവൃത്തികള്, കണ്ടിന്യൂസ് ചെയ്യുന്ന കാര്യങ്ങള് അല്ലെ? അതുപോലെ പെർമനന്റ് സിറ്റുവേഷൻ, ഒരു പെർമനന്റ് സിറ്റുവേഷൻ പറയാനും, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു പ്രപഞ്ച സത്യം അത് പറയാനും, അതൊക്കെ പറയാൻ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഹാബിറ്റ് എന്ന് പറയുമ്പോ ആരാണ്? ദിവ്യ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് എണീക്കും അല്ലെ? അതെങ്ങനെയാ പറയാ? ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് അല്ലെ? ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പൊ അങ്ങനെ പറയാം. പിന്നെന്താണ്? പെർമനന്റ് സിറ്റുവേഷൻ എന്താ പറയാ? ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൂട്ടാം.
ഇപ്പൊ നിങ്ങൾ ആരാണ്? നിങ്ങൾ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഞാൻ എന്താ പറയാ? യു ആർ സ്റ്റുഡൻസ് അല്ലെ? യു ആർ സ്റ്റുഡൻസ്. ഞാൻ ആരാണ്? ഐ എം എ ടീച്ചർ. ഞാൻ ടീച്ചർ ആണ്. അതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പെർമനന്റ് ആണ്. പെർമനന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു സിറ്റുവേഷൻസ് ആണ് അല്ലെ? അപ്പൊ ഐ എം എ ടീച്ചർ, യു ആർ എ സ്റ്റുഡന്റ്, ഹീസ് എ മെജീഷ്യൻ, അങ്ങനെയൊക്കെ പറയില്ലേ? ഹീസ് എ ഗുഡ് ബോയ്, ഹീസ് എ ബാഡ് ഗേൾ. അതൊക്കെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുമ്പോ എന്താണ്? പ്രപഞ്ച സത്യങ്ങൾ. പ്രപഞ്ച സത്യങ്ങൾ എന്ന് പറയുമ്പോ ഏതൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞേ? സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്. എല്ലാവരും പറയുന്ന എക്സാമ്പിൾ ആണ് അല്ലെ? സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലെ? അതെന്താണ്? ഒരു പ്രപഞ്ച സത്യമാണ്. അത് നമ്മൾ പറയുമ്പോഴും ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്താണ് പറയുന്നത്. മനസ്സിലായോ? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലെ? അപ്പൊ അതും നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്താണ് പറയുന്നത്. ദെൻ എന്താണ്? ടൈം ടേബിൾ, സ്കെഡ്യൂൾ. ഓരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങളുണ്ടാവും. അതായത് ഓൾറെഡി നമ്മളെ ഭാവിയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ പറയാൻ. ഇപ്പൊ എന്താണ്? ഇപ്പോ എന്റെ ഫ്ലൈറ്റ്, ഒരു ഫ്ലൈറ്റ് 2 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അതായത് 2 മണിക്ക് ഫ്ലൈറ്റ് വരും എന്ന് പറയില്ലേ? അല്ലെങ്കിൽ 2 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട് എന്ന് പറയും നമ്മൾ. അപ്പൊ എന്താ പറയാ? ഫ്ലൈറ്റ് ഈസ് അറ്റ് 2 PM എന്ന് പറയാം. അതെന്താണ്? വരാൻ പോകുന്ന കാര്യമാണ്. അതായത് ഫിക്സ്ഡ് ആണല്ലേ? അത് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്, ഫിക്സ്ഡ് ആണ്. അത് ഭാവിയിലുള്ള കാര്യമാണെങ്കിലും അത് ഫിക്സ്ഡ് ആണ്, ഷെഡ്യൂൾ ചെയ്ത കാര്യമാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാറുണ്ട് നമ്മള്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ടെൻസ് വരാം. പിന്നെ എന്താണ്? ഇവിടെ നോക്കൂ, സ്ട്രക്ചർ നോക്കൂ ഇതിന്റെ. S+V1. S+V1 എന്ന് പറയുമ്പോൾ എസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് V1. V1 എന്ന് പറയുമ്പോൾ വേർബിന്റെ ഫസ്റ്റ് ഫോം അല്ലെ? ബേസ് ഫോം ഓഫ് ദി വേർബ് V1 ആണ്. ഇപ്പോ എന്താ? ദ ട്രെയിൻ. ഇപ്പൊ നമ്മള് ഐ വേക്ക് അപ്പ് ഇൻ ദ ഏർലി മോർണിംഗ് എന്ന് പറയേ? ഐ വേക്ക് അപ്പ്. ഐ വേക്ക് എന്ന് പറയണത്, വേക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫോം ആണ്, വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് അല്ലെ? അങ്ങനെ യൂസ് ചെയ്ത് ഐ വേക്ക്, ഐ റീഡ്, ഐ റൈറ്റ്. ഓക്കെ, ക്ലിയർ? അങ്ങനെ യൂസ് ചെയ്യണം. ഇപ്പൊ ഐ യു വി ദേ ആണെങ്കിൽ എന്താ? നമ്മള് ആ വേർഡ് ആണ് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞതാണല്ലേ അല്ലെ? ഐ യു വി ദേ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ്. അപ്പൊ വേർബ് എന്താണ്? പ്ലൂറൽ ആയിരിക്കും. എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്ലൂറൽ ആയിരിക്കും. ഈ ഷീറ്റ് എന്ന് പറയുന്നത് സിംഗുലർ വേർബ് ആണ്. സോ അവിടെ സിംഗുലർ വേർബ് ആണ് വരേണ്ടത്. അപ്പോ ഹി റൈറ്റ്സ്, ഹി റീഡ്സ്, ഹി ജംപ്സ്, ഹി ഗോസ് അല്ലെ? ഹി ഡ്രോസ്. ഇതൊക്കെ എന്താണ്? സിംഗുലർ വേർബ് ആണ്. അങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് ക്ലിയർ ആയോ? സിമ്പിൾ പ്രസന്റ് മനസ്സിലായോ എല്ലാവർക്കും? ഐ ഗോ ഫോർ എ വാക്ക് എവറി ഡേ. അതൊരു ഹാബിറ്റ് ആണ്. എല്ലാ ദിവസവും നടക്കാൻ പോകുന്നു അല്ലെ? അതൊരു ഹാബിറ്റ് ആണ്. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ് പറയാ. ഓക്കെ, ദെൻ എന്താ? പ്രസന്റ് കണ്ടിന്യൂസ് അല്ലെ? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോ അതെന്താണ്? ഒരു ഹാപ്പനിങ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ? നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയാൻ നമ്മൾ എന്താ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. അതുപോലെ ഒരു ടെമ്പററി ആക്ഷൻ പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഫ്യൂച്ചർ ആക്ഷൻ. ഫ്യൂച്ചർ ആക്ഷൻ അതായത് ഇപ്പൊ എന്താണ്? ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ പറഞ്ഞ പ്രസന്റ് അല്ലെ? പ്രസന്റ് ഇപ്പൊ പ്രസന്റ് ഹാപ്പനിങ്, നൗ, ഹാപ്പനിങ് റൈറ്റ് നൗ. എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ റെസ്പോണ്ട് ചെയ്യും, പറയൂ. നിങ്ങള് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ? ശരിയാണോ? അതെ, എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത? ക്ലാസ് എന്തേ? ഇത് പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. കുറച്ചൊരു ആക്റ്റീവായിട്ട് ക്ലാസ് നമുക്ക് കൊണ്ടുപോവാം. ഇത് നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോ എനിക്ക് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന പോയ ഒരു ഫീൽ ഉണ്ട്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ഒരു നല്ല രീതിയിൽ ക്ലാസ് ഇന്ററാക്ട് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, സോ എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യും.
ഓക്കെ. അപ്പൊ എന്താ ഇംഗ്ലീഷിൽ എന്താ പറയാ നമ്മള്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതി കുറച്ചു സൗണ്ടിൽ പറയാമോ? എന്തോ? We are studying. We are studying. Yeah, we are studying. Okay. Then I'm teaching. You are learning. അല്ലെ? ഇതെല്ലാം എന്താണ്? ഹാപ്പനിങ് ആണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ നമ്മൾ യൂസ് ചെയ്തെന്താണ്? ING ഫോം യൂസ് ചെയ്തു അല്ലെ? വെർബിന്റെ കൂടെ ING ഫോം യൂസ് ചെയ്തു. ING ഫോം യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക അത് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ക്രിയയാണ് അല്ലെ? പ്രവൃത്തിയായിരിക്കും. സോ അപ്പൊ എന്താണ്? The baby is crying. Example, the baby is crying. ബേബി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. I am preparing for an exam. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സാമിന് അല്ലെ? ഇപ്പൊ നിങ്ങൾ ഏതാണ്? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ടെമ്പററി ആണ്. ഇപ്പൊ PSC കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്തു അല്ലെ? ഇപ്പൊ നമ്മൾ എന്താണ്? ലേണിംഗ്. ഇപ്പൊ നമ്മൾ പറയുന്ന എല്ലാ ലേണിംഗും ടെമ്പററി ആണ്. 1 hour കഴിഞ്ഞാല് നിങ്ങൾ ഈ പഠിത്തം അവസാനിപ്പിച്ച് നിങ്ങൾ പോകും. അപ്പൊ ടെമ്പററി ആണെന്ന് പറയാം നമുക്ക് ഇങ്ങനെ. ഓക്കെ. ഇനി എന്താണ്? ഫ്യൂച്ചർ ആക്ഷൻ. ഫ്യൂച്ചർ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഐ ആം ഗോയിങ് ടു ഇപ്പൊ നമ്മൾ എന്താ? ഐ ആം ഗോയിങ് ടു സീ ദ ഡോക്ടർ എന്ന് പറയാലോ. ഡെന്റിസ്റ്റിനെ കാണാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ എന്താ പറയാ? ഐ ആം ഗോയിങ് ടു പറയൂ. നമ്മളിപ്പോ നമ്മൾ കോളേജിൽ പോവുകയാണെന്ന് പറയുമ്പോ എങ്ങനെ പറയും? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യോ? ഞാൻ വെറുതെ ക്ലാസ് എടുത്ത് പോയാൽ മതിയോ? ആ ഓക്കെ. ഞാൻ വെറുതെ പറഞ്ഞു പോവാ. നിങ്ങൾക്ക് മനസ്സിലാവോ നോക്കും. ഓക്കെ. ഇപ്പോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ. ദേ ആർ പ്ലാനിങ് ടു ദുബായ് ടുമാറോ. നാളെ പോകുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ പ്രസന്റിലാണ് അത് പറഞ്ഞത് അല്ലെ? ഫ്യൂച്ചറിലെ കാര്യം പ്രസന്റിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്? അത് ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്. അപ്പൊ നമുക്ക് പ്രസന്റിൽ പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റിലും പറയാൻ പറ്റും, പ്രസന്റ് കണ്ടിന്യൂസിലും പറയാൻ പറ്റും. ഓക്കെ. ദേ ആർ പ്ലാനിങ് ടു ദുബായ് ടുമാറോ. ക്ലിയർ ആണ്? പ്രസന്റ് ടെൻസ് ക്ലിയർ ആണ്. ഓക്കെ. ദെൻ പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റിൽ നടന്ന കാര്യം പ്രസന്റുമായിട്ട് കണക്ട് ചെയ്യും അല്ലെ? അതായത് പാസ്റ്റിൽ നടന്നൊരു കാര്യം പ്രസന്റിൽ നമുക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. എക്സ്പീരിയൻസ്. ഓക്കെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് എന്താണ്? ഒരു കംപ്ലീറ്റ് ആയ പ്രോസസ് ആയിരിക്കും. കംപ്ലീറ്റഡ് ആണ് അത്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റഡ് ആയ കാര്യമായിരിക്കും. ഓക്കെ. അതിന് സ്ട്രക്ചർ ഇവിടെ നോക്കൂ. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. മനസ്സിലായോ? സബ്ജക്റ്റിന് കൂടെ ഹാവോ ഹാസോ വരിക. ദെൻ എന്താ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ മീൻസ് V3 ഫോം അല്ലെ? അറിയാം. വെർബിന് V3 ഫോം ആഡ് ചെയ്യണം. അപ്പൊ എന്താ? എക്സാമ്പിൾ നോക്കൂ. ഹി ഹാസ് ലോസ്റ്റ് ഹിസ് പാസ്പോർട്ട്. ഹി വന്നത് കൊണ്ടാണ് ഹാസ് വന്നത്. അപ്പൊ IUV ദേ ആണെങ്കിൽ ഹാവ് ആണ് വരിക. ഹി ഷീ ഇറ്റ് ആണെങ്കിൽ ഹാസ് ആണ് വരിക. ഓക്കെ. അപ്പൊ ഹി ഹാസ് ലോസ്റ്റ് ഹിസ് പാസ്പോർട്ട്. അയാളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. കഴിഞ്ഞു പോയതാണ്, നഷ്ടപ്പെട്ടു. പാസ്റ്റിലെ കാര്യമാണ്. പക്ഷെ എന്താണ്? ആ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ കുറിച്ച് അയാളുടെ പ്രസന്റില് എന്താണ്? വിഷമിക്കുന്നുണ്ട്. അതിന്റെ എക്സ്പീരിയൻസ് പ്രസന്റിലുണ്ട് അല്ലെ? പെർഫെക്റ്റ് എന്താ? പ്രസന്റിലും ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ആയ ഒരു പ്രോസസ് ആണ് മനസ്സിലാക്കാം. ഒരു കംപ്ലീറ്റ് ആയ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ പറയാം. ഇപ്പൊ നോക്കൂ. ഐ ഹാവ് ഡൺ ഓൾ മൈ ഹോംവർക്ക്. എന്റെ ഹോംവർക്ക് എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഐ ഹാവിന് ശേഷം വന്നിരിക്കുന്ന ഫോം ഏതാണ്? V3 ഫോം ആണ്. ശ്രദ്ധിക്കുക. V1 V2 V3. വാക്ക് ആണെങ്കിൽ വാക്ക്ഡ്. അപ്പൊ വാക്ക്ഡ് വരാം. മനസ്സിലായോ? അപ്പൊ V3 ഫോം ആണ് ആഡ് ചെയ്യേണ്ടത്. ഐ ഹാവ് വർക്ക്ഡ്. അപ്പൊ ഹാവിന് ശേഷം ഐ വന്നത് കൊണ്ടാണ് ഇവിടെ ഹാവ് വന്നത്. ഓക്കെ. IUV ദേ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യണം. He she it ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യണം.
ഓക്കെ, അപ്പൊ ഐയുടെ കൂടെ ഹാവ് വന്നു, ദെൻ വന്നതിന്റെ ഡൺ ആണ്. സോ അത് V3 ഫോം ആണ്. ഡൂയിന്റെ V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ ഐ ഹാവ് ഡൺ ഓൾ മൈ ഹോംവർക്ക്. ഞാൻ എന്റെ എല്ലാ ഹോംവർക്കും ചെയ്ത് കഴിഞ്ഞു. കംപ്ലീറ്റഡ് ആണ്, കംപ്ലീറ്റഡ് പ്രോസസ് ആണ്. ഓക്കെ, ദെൻ ഷി ഹാസ് ഫിനിഷ്ഡ് ഹർ വർക്ക്. അവൾ അവളുടെ വർക്ക് ഫിനിഷ് ചെയ്തു. സോ she വന്നതുകൊണ്ട് അവിടെ ഹാസ് വന്നു. ദെൻ ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ V3 ഫോം ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സോ ഫിനിഷിന്റെ V3 ഫോം ആണ് ഫിനിഷ്ഡ് എന്ന് പറയുന്നത്. സോ she has finished her work. അവളുടെ വർക്ക് ഫിനിഷ് ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. Then she has already paid the fee. അവൾ ഫീ പേ ചെയ്തു. ക്ലിയർ ആണ്. പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം. സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. ദെൻ ഇതിനൊക്കെ നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രസന്റ് സിമ്പിൾ പ്രസന്റിനും പ്രസന്റ് കണ്ടിന്യൂസിനും നെഗറ്റീവ് ഫോം ഉണ്ട്. എങ്ങനെയാ വരാ? ഐ ഗോ ഫോർ എ വാക്ക് എവറി ഡേ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എന്താ വരാ? നോട്ട് ചേർന്ന് വരുന്നതാണോ? എന്തോ? നോട്ട് ചേരുന്നതാണോ? നോട്ടോ? നോട്ട് ഓൾറെഡി നമ്മൾ ആഡ് ചെയ്യണമല്ലോ, എന്നാലേ അത് നെഗറ്റീവ് വരുള്ളൂ. ഇപ്പോ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോ എന്താ വരാ? ആ മീനിങ്ങില് മലയാളം എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എന്താ വരാ? ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയാൻ പറ്റില്ല. ഐ ലൈക്ക് ഐസ്ക്രീം. അപ്പൊ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല എന്ന് പറയാനാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? I don't like ice cream. ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. അപ്പൊ IUV ആണ് വരുന്നെങ്കിൽ ഡു ആണ് വരാ. അപ്പൊ ഡു വരുമ്പോ ഒരു നെഗറ്റീവ് ഡോണ്ട് ആണ്. ഓക്കെ, എവിടെയെങ്കിലും നോട്ട് ചെയ്തു എങ്ങനെയെങ്കിലും വെക്കാം. IUV വരുമ്പോ ഡു ഓർ ഡോണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ ഡു, നെഗറ്റീവ് ആണെങ്കിൽ ഡോണ്ട്, പോസിറ്റീവ് ആണെങ്കിൽ ഡു. ഓക്കെ, ദെൻ അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിലോ? She don't likes ice cream. ഷീ ഡോണ്ട് അല്ല, ഡസ്. ഞാൻ പറഞ്ഞല്ലോ, ഷീറ്റ് ആണെങ്കിൽ ഡസ് ആ വരാം. അപ്പൊ ഷീ ഡസന്റ് ലൈക്ക് ഐസ്ക്രീം. എല്ലാവർക്കും വരുന്ന മിസ്റ്റേക്ക് ആണ് ഈ ഡസും ഡൂവും മാറി പോവുക. ഓക്കെ, അപ്പൊ ഷീ ഡസന്റ് ലൈക്ക് ഐസ്ക്രീം. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. മനസ്സിലായോ? പൂച്ചയ്ക്ക് വെള്ളം ഇഷ്ടമല്ല. എങ്ങനെയാ പറയാം? പൂച്ചയ്ക്ക് വെള്ളം ഇഷ്ടമല്ല. പറഞ്ഞു നോക്കി, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. പൂച്ച എന്ന് പറയുമ്പോൾ അനിമൽ ആണ്. സോ വി ക്യാൻ യൂസ് ഇറ്റ് അല്ലെ? ഇറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാം അല്ലെ? ഇറ്റ് മീൻസ് പൂച്ചന് പറയുമ്പോൾ ഇറ്റ് എന്ന് പറയാല്ലേ, ഇത് അത് എന്നൊക്കെ പറയും നമ്മൾ അല്ലെ? അപ്പൊ എന്താ? പൂച്ച cat doesn't like water. Okay, cat doesn't like water. അങ്ങനെയാ വരാം. ഓക്കെ, ക്ലിയർ. അപ്പൊ സിമ്പിൾ പ്രസന്റ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന ഹീസ് എ ടീച്ചർ നമ്മൾ പറയാം. ഹീസ് എ ടീച്ചർ. അത് നെഗറ്റീവ് എന്താ വരാ? ഹീസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഡോണ്ട് ഒന്ന് യൂസ് ചെയ്യരുത്. ഓക്കെ, കറക്റ്റ് ആണ്. ഹീസ് നോട്ട് എ ടീച്ചർ അല്ലെ? ഹീസ് നോട്ട് എ ടീച്ചർ എന്നാ വരാം. അപ്പൊ നോട്ട് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ യു ആർ എ സ്റ്റുഡന്റ്. യു ആർ എ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതിന് നെഗറ്റീവ് എന്തായിട്ട് വരും? You are not a student. യു ആർ നോട്ട് എ സ്റ്റുഡന്റ്. അപ്പൊ അങ്ങനെ വരുന്ന അങ്ങനെ സെന്റൻസ് ആണ്. ഈസ് ആറ് ആം ഒക്കെ വെച്ച് വരുന്ന സെന്റൻസ് ആണെങ്കിൽ നമ്മൾ നോട്ട് ആഡ് ചെയ്യണം. അതല്ല എനിക്കത് ഇഷ്ടമാണ്, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറയില്ലേ? എനിക്ക് അവിടെ പോകണ്ട, അപ്പൊ അങ്ങനെ പറയില്ലേ? ഇപ്പൊ
ഐ ലൈക്ക് ടു ഗോ ദർ. ഐ ലൈക്ക് ടു ഗോ ദർ നമ്മൾ പറയും. അപ്പൊ നെഗറ്റീവ് എന്താ വരാ? ഐ ലൈക്ക് ടു ഗോ ദർ. നെഗറ്റീവ് എന്താ വരാ? I don't like to go there. എന്തോ ദിവ്യ എന്നോട് പറയൂ. I don't like to go there. I don't like to go there. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഡു എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലായല്ലോ. ഇപ്പോ ഇതാണ് സിമ്പിൾ പ്രസന്റ് വരിക. ദെൻ പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറയുമല്ലോ, they are doing well. സിദ്ധാർത്ഥ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, അപ്പൊ പ്രസന്റ് സിമ്പിൾ പ്രസന്റ് നമ്മൾ നോക്കി, നെഗറ്റീവ് നോക്കി, പോസിറ്റീവ് നോക്കി. പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ എന്താ പറഞ്ഞ, ഐ എം ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് ടീച്ചിങ് എന്ന് പറയാം. ഈസ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഈസ് നോട്ട് ടീച്ചിങ് എന്ന് പറയാം. അപ്പൊ അവിടെ നോട്ട് ആഡ് ചെയ്യാം. ക്ലിയർ? Then present perfect. Present perfectly he has lost his passport. അപ്പോ അതിന്റെ നെഗറ്റീവ് എങ്ങനെയാ വരാ? He has lost his passport. അത് നെഗറ്റീവ് എന്ത് വരും? ഇവിടെ പറയുന്നത് അവര് പാസ്പോർട്ട് അവന് നഷ്ടപ്പെട്ടു. അപ്പൊ നെഗറ്റീവ് നമ്മൾ പറയുമ്പോൾ അവന്റെ പാസ്പോർട്ട് അവന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയും. അപ്പൊ നെഗറ്റീവ് എങ്ങനെയാ വരാ? ഹാസിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, he hasn't lost his passport. ഓക്കെ, അങ്ങനെ പറയാം. അപ്പൊ ഹാസിന്റെ കൂടെയും ഹാവിന്റെ കൂടെയും ഇവിടെ നോട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആവും. Then present perfect ആണ്. Present perfect എന്ന് പറയുമ്പോൾ action started in the past and continuous in the present. Okay, continuous in the present. Focus more on duration of the action. അതായത് ആക്ഷൻ, ഒരു കാര്യം പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഈ ടെൻസ് നമ്മൾ പൊതുവെ സംസാരിക്കാൻ വേണ്ടി ഒന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, മനസ്സിലാക്കാം. ദെൻ അപ്പൊ എങ്ങനെയാണ്? ഇവിടെ നോക്കൂ, എക്സാമ്പിൾ നോക്കിയേ. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. നമ്മൾ എന്ത് പറയാം? സിൻസ് മോർണിംഗ്. നമ്മള് എന്താ, അവർ രാവിലെ മുതൽ നിന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അല്ലെ? അതായത് പാസ്റ്റിൽ തുടങ്ങിയതാണ്, പക്ഷെ എന്താണ്, പ്രസന്റ് ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മനസ്സിലായത്? ഇൻകംപ്ലീറ്റ് പ്രോസസ് ആണ്, കംപ്ലീറ്റ് ആയിരിക്കില്ല. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റഡ് പ്രോസസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇൻകംപ്ലീറ്റ് പ്രോസസ് ആണ്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പാസ്റ്റിൽ നടന്ന കാര്യം പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. The baby has been sleeping for hours. ബേബി മണിക്കൂറുകളോടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാസ്റ്റ് നടന്ന കാര്യമാണ്, പക്ഷെ പ്രസന്റിലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ 4 ടെൻസ് ക്ലിയർ ആയോ? പ്രസന്റ് ടെൻസ് ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി. ക്ലിയർ ആയി. എക്സാമ്പിൾസ് നോക്കിയേ. Every night I read my book. Every night I read my book. Okay, I read. ഇവിടെ റീഡ് മാത്രമേ വന്നേ. അറിയാലോ, IUPD കൂടെ വെർബ് മാത്രമേ വരുള്ളൂ, പ്ലൂറൽ ആയിട്ട് വരും. ഇവിടെ നോക്കൂ, നെക്സ്റ്റ്. She thinks he is very handsome. She thinks, ശ്രദ്ധിക്കുക, she thinks കണ്ടോ, തിങ്സ് വന്നു, സിംഗുലർ ആയി. സോ എസ് ആഡ് ചെയ്ത്, വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്തപ്പോ സിംഗുലർ ആയി വെർബ്. സോ ഷീ വന്നതുകൊണ്ടാണ് അവിടെ സിംഗുലർ വെർബ് യൂസ് ചെയ്തത്. അപ്പൊ ഷീ തിങ്സ് ആണ് വരാം. Then they talk too much. അറിയാലോ, they എന്ന് പറയുമ്പോൾ ടോക്ക് വരാം, ടോക്സ് വരില്ല. So they talk too much. Then I like ice cream. And negative, I don't like ice cream. Then they are playing football. They are playing football. The present continuous ആണ്. They are playing football. Then she is watching a movie. Present continuous ആണ്. അവൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Then the sun is shining. സൂര്യൻ എന്താണ്? ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഷൈനിങ്. Then I am learning all the sentences. ഞാൻ എല്ലാ സെന്റൻസും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. She has bought a new car. She വന്നവരുടെ has യൂസ് ചെയ്തു. Then V3 form. ബൈയുടെ V3 form ആണ് bought എന്ന് പറയുന്നത് അല്ലെ? അവളൊരു പുതിയ കാർ വാങ്ങിച്ചു. കംപ്ലീറ്റഡ് പ്രോസസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ. Then I have gone to the classroom. അതെന്താണ്? അതും ഈ പറഞ്ഞ പോലെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്.
Then we have watched a horror movie. Present perfect ആണ് അല്ലെ? വാച്ച് സിനിമ കണ്ടു എന്നാ പറയുന്നത്. Okay. Then you have been watching a movie since morning. എന്താണ് മോർണിംഗ് മുതൽ അവൻ സിനിമ കാണുകയാണ്, ആയിരുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെ? അത് പാസ്റ്റിലാവുന്ന കാര്യം പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. Then they have been writing a book. റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോ പറഞ്ഞ പ്രസന്റ് ടെൻസ് എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലിയർ ആണ്. ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലിയർ ആണ്. ഓക്കെ. Then coming on the next tense, that is past tense. ഓക്കെ, പാസ്റ്റ് ടെൻസ് നോക്കാം. പാസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, കഴിഞ്ഞു പോയ കാര്യം അല്ലെ? ഓൾറെഡി കഴിഞ്ഞ കാര്യം, ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത കാര്യം, ഓൾറെഡി ഫിനിഷ് ചെയ്ത കാര്യം, ഫിനിഷ്ഡ് ആണ് അല്ലെ? യൂസ്ഡ് ഫോർ പാസ്റ്റ് ഫിനിഷ്ഡ് ആക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് വരിക, കഴിഞ്ഞു പോയത്. അതിനപ്പോ അതില് പാസ്റ്റ് സിമ്പിൾ നോക്കി, സിമ്പിൾ പാസ്റ്റ് എന്താ പറയാ? ആക്ഷൻ ദാറ്റ് ഫിനിഷ്ഡ് ഇൻ ദ പാസ്റ്റ് അല്ലെ? വിത്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സോ കഴിഞ്ഞു പോയ കാര്യമാണെന്ന് മെയിൻ ആയിട്ട് മനസ്സിലാക്കാം. സ്ട്രക്ചർ നോക്കൂ. ഐ യു വി ദേ ഷീ ഇറ്റ് ആണെങ്കിൽ എന്താ വരിക? V2 ഫോം. ഓക്കെ, V2 ഫോം ആണ് വരിക. V1, V2, V3. ക്ലിയർ? അപ്പൊ എന്താ? എക്സാമ്പിൾ നോക്കി. ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ലാസ്റ്റ് വീക്ക്. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ലാസ്റ്റ് വീക്ക് മീറ്റ് ചെയ്തു, വിസിറ്റ് ചെയ്തു അല്ലെ? കഴിഞ്ഞു. സോ ഐ വന്നു, അതിനുശേഷം വന്നത് V2 ഫോം ആണ്, വിസിറ്റഡ്. ക്ലിയർ? V2 ഫോം ആണ് വന്നത്, ഐ വിസിറ്റഡ്. Then I met them a few days ago. എന്താണ്? അവരെ ഞാൻ കുറച്ച് ദിവസം മുന്നേ കണ്ടു. മനസ്സിലായോ? മീറ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. മെറ്റ് ചെയ്തു, മീറ്റ് ചെയ്തു, കണ്ടു. Then Sam cooked a tasty dinner yesterday. അവൻ ഇന്നലെ ഒരു ടേസ്റ്റി ഡിന്നർ ഉണ്ടാക്കി. കഴിഞ്ഞു, ഇന്നലെ കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഏത് സബ്ജക്റ്റിന്റെ കൂടെയും വേർബ് വരുമ്പോൾ ആ വേർബ് എപ്പോഴും V2 ഫോം ആയിരിക്കണം. ക്ലിയർ? Then my brother saw a movie yesterday. So ആണ്, സിയുടെ V2 ഫോം ആണ് സോ എന്ന് പറയുന്നത്. സോ അവിടെ എന്താണ്? സബ്ജക്റ്റിന് ശേഷം അതിന് V2 ഫോം ആണ്. അപ്പോ എന്റെ ബ്രദർ ഇന്നലെ ഒരു മൂവി കണ്ടു അല്ലെ? പിന്നെ നോക്കൂ. ലാസ്റ്റ് ഇയർ ഐ ട്രാവൽഡ് ടു ഫ്രാൻസ്. കഴിഞ്ഞ വർഷം ഞാൻ എന്താ ഫ്രാൻസിലേക്ക് ട്രാവൽ ചെയ്തു എന്നാ പറഞ്ഞേ അല്ലെ? അപ്പൊ ട്രാവൽഡ് ശ്രദ്ധിക്കുക. സബ്ജക്റ്റിന് ശേഷം എപ്പോഴും V2 ഫോം ആണ് വരാ പാസ്റ്റ് ടെൻസില്. ഓക്കെ, ക്ലിയർ? Then past continuous. Past continuous എന്ന് പറയുമ്പോൾ സെയിം തിങ്. സബ്ജക്റ്റ് ഇതിവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഐ, ഹി, ഷീ, ഇറ്റ്. അയുവിതേ അല്ല, ശ്രദ്ധിക്കുക. ഐ, ഹി, ഷീ, ഇറ്റ്. വാസ വരാ. എന്താണ്? അതെല്ലാം സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ വാസ വരാ. ഐ ആണെങ്കിൽ നമ്മൾ വാസ യൂസ് ചെയ്യാറുള്ളൂ അല്ലെ? ഐ വാസ്, ഹി വാസ്, ഷി വാസ്, ഇറ്റ് വാസ്. അതെ, ഐ വേർ, ഷി വേർ എന്ന് പറയില്ല അല്ലെ? ഐ വാസ്, ഹി വാസ്, ഇറ്റ് വാസ്. അപ്പൊ വാസ് യൂസ് ചെയ്യാം. ദെൻ വെർബ് പ്ലസ് ing ഫോം യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കി. ഐ വാസ് റീഡിങ് വെൻ ദ ഫോൺ റാങ് അല്ലെ? ഫോൺ റാങ് ചെയ്ത സമയത്ത് ഞാൻ എന്താണ്? വായിക്കുകയായിരുന്നു അല്ലെ? വായിക്കുകയായിരുന്നു. കഴിഞ്ഞു പോയ കാര്യമാണ്, കണ്ടിന്യൂസ് പ്ലസ് ആയത് കൊണ്ട് അവിടെ ing ഫോം ചേർത്തു. ക്ലിയർ? Then be you they അതൊക്കെ പ്ലൂറൽസ് ആണ് അല്ലെ? പ്ലൂറൽ വെർബ് ആണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ അവിടെ എന്താ? വേർ ആണ് യൂസ് ചെയ്യുക. വേറെ സ്പെല്ലിംഗ് നോക്കാം. വേറെ എവിടെയെന്നല്ല, ഇവിടെ വേറെ, WERE, വേർ. ദെൻ എന്താ യൂസ് ചെയ്യണ്ടേ? വെർബ് പ്ലസ് ing ഫോം യൂസ് ചെയ്യാം. അപ്പൊ എന്താ? പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് നോക്കിയേ. When his father came, he was playing cricket.
അവന്റെ അച്ഛൻ വന്നപ്പോൾ അവരെന്താ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഓക്കെ, ഇവിടെ എപ്പോഴും നമ്മൾ V1 ഫോം യൂസ് ചെയ്യാൻ പാടില്ല. ഏത് വെർബ് യൂസ് ചെയ്യുമ്പോഴും V1 ഫോം യൂസ് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, കണ്ടിന്യൂ ഫോം ആയിരിക്കണം, ING ഫോം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? It started to rain while we were playing. ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ, മഴ പെയ്തു, മഴ തുടങ്ങിയല്ലേ, അങ്ങനെയാണ് ആ മീനിങ് വരാം. Then while we were cooking, she was sleeping. ഞങ്ങൾ കുക്ക് ചെയ്തിരുന്നപ്പോൾ അവള് ഉറങ്ങുകയായിരുന്നു. മനസ്സിലായോ? When the phone rang, she was writing a letter. ഫോൺ റിങ് ചെയ്തപ്പോൾ റിങ് എന്നല്ല അവിടെ പറയാം, റാങ് എന്നാണ്. മനസ്സിലായോ? എപ്പോഴും കഴിഞ്ഞു പോയ ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്, കഴിഞ്ഞു പോയ verb ആണ് യൂസ് ചെയ്യേണ്ടത്, കഴിഞ്ഞു പോയതാണ് എല്ലാം യൂസ് ചെയ്യേണ്ടത്. അതായത് V2 ഫോം ആണ് എല്ലാത്തിനും യൂസ് ചെയ്യേണ്ടത്. ഒന്നും പ്രസന്റ് നടന്ന കാര്യം യൂസ് ചെയ്യാൻ പാടില്ല. അത് ഏത് verb ആയാലും ശരി, ക്രിയ ആണെങ്കിലും ശരി. ഓക്കെ, അപ്പൊ when the phone rang, she was writing a letter. ഫോൺ റിങ് ചെയ്തപ്പോൾ അത് ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണ്. നമ്മള് സിമ്പിൾ പ്രസന്റില് ഇവിടെയൊക്കെ നമ്മൾ ഈസ്, ആം, ആറൊക്കെ യൂസ് ചെയ്തത്. അത് പാസ്റ്റിൽ വന്നപ്പോൾ വാസ് വേറെ ആയെന്നേ ഉള്ളൂ. കുറച്ച് സിമ്പിൾ വ്യത്യാസമേ ഉള്ളൂ. ഒരു ട്രിക്കി രീതിയിൽ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു. ഓക്കെ, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ്. നമ്മൾ കഴിഞ്ഞതില് പ്രസന്റ് പെർഫെക്റ്റില് നമ്മൾ എന്താ ഹാസ്, ഹാവ് യൂസ് ചെയ്തു. അപ്പൊ അത് പാസ്റ്റിൽ വരുമ്പോ എന്തായിട്ട് വരാം, ഹാസ് ഹാവിന് പകരം എന്ത് വരും, ഹാഡ് വരും. ഹാഡ് വരും. ഹാഡ് വരെയും ചെയ്യും. നമ്മൾ ഉപയോഗിക്കേണ്ട ക്രിയ വേർബ് എന്തായിരിക്കും, P3 ഫോം ആയിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. അതിപ്പോ ഏതായാലും ശരി, IU, we, they, he, she, it, എന്തായാലും ശരി, ഏത് സബ്ജക്റ്റ് ആയാലും ശരി, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോ ഏത് സബ്ജക്ട് ഏതായാലും ഹാഡ് യൂസ് ചെയ്യണം. എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ, I had reached the school before the bell rang. ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിൽ എത്തി. അല്ലെ, കഴിഞ്ഞു, പാസ്റ്റിലെ കാര്യമാണ്. അപ്പൊ എല്ലാം എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, എല്ലാം പാസ്റ്റ് ആണ്. ഏത് ടെൻസ് ആയാലും ഏത് വേർബ് ആയാലും പാസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. I had പാസ്റ്റ് ആണ്, റീച്ച്ഡ് പാസ്റ്റ് ആണ്, അല്ലെ. സ്കൂൾ ബിഫോർ അതൊക്കെ പറയുമ്പോ അതൊക്കെ ഒരു എന്താ, എല്ലാം ഒരു വേർഡ്സ് ആണ്, അല്ലെ. ബെൽ, റാങ് എന്ന് പറയുന്നത് അതൊരു ആക്ഷൻ ആണ്. അതുകൊണ്ട് അതെന്താണ്, പാസ്റ്റ് ആണ് യൂസ് ചെയ്തത്. റാങ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഏത് പ്രവൃത്തി ആയാലും അവിടെ എന്ത് ആക്ഷൻസ് എന്തെങ്കിലും, ഏത് ആക്ഷൻസ് ആണെങ്കിലും എല്ലാരും പാസ്റ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. Then the train had, അത് ആ സെന്റൻസിന് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, സെന്റൻസ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് എപ്പോഴും എല്ലാരും എന്താണ്, എല്ലാ ആക്ഷൻസും പാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിള്, ഇപ്പോ when I reached school, the class had already started. അല്ലെ, when I reached school, the class had already started. ക്ലാസ് തുടങ്ങി, ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴത് ക്ലാസ് തുടങ്ങി, കഴിഞ്ഞു പോയ കാര്യമാണ്. ഓക്കെ, അപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് മനസ്സിലായോ എല്ലാവർക്കും? ആ സ്ട്രക്ചർ എല്ലാവരും യൂസ് ചെയ്യും, ഇപ്പോഴും മനസ്സിലാക്കി വെക്കാം, പെട്ടെന്ന് മറക്കില്ല. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അല്ലെ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റ് നടന്ന കാര്യം കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ which was going on for a period of time when another action happened in the past. Same thing, വലിയ ഡെഫിനിഷൻ ഒന്നും മനസ്സിലാക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സില്, കഴിഞ്ഞ ടെൻസില്, അതായത് പ്രസന്റ് ടെൻസില് നമ്മൾ പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്തതാണ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബി, അല്ലെ. അത് ഇവിടെ വരുമ്പോ ഹാഡ് ആവുന്നേ ഉള്ളൂ. ഈ ഹാസ് ഹാവ് ഒക്കെ യൂസ് ചെയ്ത സ്ഥലത്ത് എല്ലാവരും ഹാഡ് യൂസ് ചെയ്യണം. അത്രയേ ഉള്ളൂ ഇവിടെ വ്യത്യാസം വരുന്നത് പാസ്റ്റിൽ വരുമ്പോ. ഓക്കെ,
Example, I had been waiting there for 2 hours when she finally arrived. കണ്ടോ അത്രയേ ഉള്ളൂ. എല്ലാം മനസ്സിലായോ? സ്ട്രക്ചേഴ്സ് എല്ലാം മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോ സെന്റൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ടെൻസാന്ന് മനസ്സിലാവും. ഈ ഹാഡ് എല്ലാം വരെയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്, പാസ്റ്റ് ആയിരിക്കും. ഹാസോ ഹാവോ ആണെങ്കിൽ അത് പ്രസന്റ് ആയിരിക്കും. അപ്പൊ പാസ്റ്റ് ടെൻസ് മനസ്സിലായി എല്ലാവർക്കും? ക്ലിയർ ആണോ? ഫോർത്ത് വണ്ടി V3 ഫോം ആണോ വരുന്നത്? പാസ്റ്റ് ടെൻസിൽ അല്ലാതെ V3 ഫോം ആയിരിക്കും വരിക. പ്രസന്റ് ടെൻസിൽ വരുമ്പോ V1 ഫോം ആയിരിക്കും വരിക, ഫസ്റ്റ് ഫോം. മനസ്സിലായോ? ഉണ്ടോ? ക്ലിയർ ആണോ? അതെ. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ഫ്യൂച്ചർ ആണല്ലേ. ഫ്യൂച്ചർ അറിയാം, ടു ബിക്കം, ടു ബിഗിൻ അല്ലെ, വരാൻ പോകുന്ന കാര്യം, അതാണ് ഫ്യൂച്ചറിൽ വരാം. സോ ഫസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസന്റില് നമ്മളിവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തേ? ഹി ഈസ് അല്ലെ, ഹി ഈസ്, ദേ ആർ, ഐ ആം എന്നൊക്കെ യൂസ് ചെയ്തു. ഇവിടെ എന്താ പറയുക? വില്ലാണ് വരാ. വില്ല് വരെയും ചെയ്യും. യൂസ് ചെയ്യേണ്ട വേർബ് V1 ഫോം ആയിരിക്കണം. ഐ വിൽ, യു വിൽ, ദേ വിൽ, ഹി വിൽ, ഷീ വിൽ, ഇറ്റ് വിൽ, ഏത് സബ്ജക്റ്റിലും നമ്മൾ വില്ല് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ വില്ലാണ് വരാ. മനസ്സിലാത്തോ? ഫ്യൂച്ചർ എന്ന് കേട്ടാൽ വില്ലാണ് വരാ. ഐ വിൽ ഡു, ഞാനത് ചെയ്യാം. വരാൻ പോകുന്ന കാര്യം ചെയ്തു എന്നല്ല, ഞാനത് ചെയ്തോളാം, ഞാനത് ചെയ്യാം, ഞാൻ അവിടെ പോകാം, ഗോ, അത് ഗോ തീർന്നു, അവിടെ പോയിക്കോളാം. ഓക്കെ, ഫ്യൂച്ചർ ആണ്. മനസ്സിലാക്കും? വില്ലാണ് യൂസ് ചെയ്യാം. ഷാലും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഐ ഷാൽ എന്നൊക്കെ പറയും. ഷാൽ യൂസ് ചെയ്യാം. കൂടുതൽ വില്ലാണ്. കുറച്ചുകൂടി ഉറപ്പുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും വില്ലാണ് യൂസ് ചെയ്യാറ്. അപ്പോ ഐ വിൽ, ദെൻ ഫസ്റ്റ് ഫോം ഞാൻ പറഞ്ഞു ഐ വിൽ ഗോ ദേർ, ഞാൻ അവിടെ പോകാം. അപ്പൊ ഞാൻ പറഞ്ഞ ഐ വില്ലിന് ശേഷം പറഞ്ഞ ഗോ ആണ്. ഗോ എവിടെ? V1 ഫോം ആണ് അല്ലെ, ഫസ്റ്റ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോ സിമ്പിൾ പ്രസന്റ് മനസ്സിലായി. ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഐ വില്ലാണ്, വില്ലാണ് എപ്പോഴും വരാം. കൂടെ ബി ഉണ്ടാകുന്നേ ഉള്ളൂ. ബി ഉണ്ടാവും, ING ഫോം ഉണ്ടാവും. ഐ വിൽ ബി വർക്കിംഗ് ഫ്രം 9 to 5 ടുമാറോ അല്ലെ. ഞാൻ എന്താണ് 9 മണി പഠിക്കില്ല, 5 മണി വരെ നാളെ വർക്ക് ചെയ്യാം. I'll be working from 9 to 5 tomorrow. ഒരു ടൈമാണ് പറയുന്നത് അല്ലെ. ഞാൻ നാളെ മുതൽ രാവിലെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തോളാം. അപ്പോ എന്താണത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ചെയ്തോളാം എന്ന് പറയില്ലേ. അപ്പൊ അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും വില്ല് യൂസ് ചെയ്യാം, ബി യൂസ് ചെയ്യാം. ഷീ വിൽ ബി റൈറ്റിംഗ്, കണ്ടോ? ഷീ വിൽ ബി റൈറ്റിംഗ്. ഐ എം ഷുവർ ഇറ്റ് വിൽ ബി റെയിനിങ് നെക്സ്റ്റ് വീക്ക്. എനിക്ക് ഷുവർ ആണ് നെക്സ്റ്റ് വീക്ക് എന്തായാലും മഴ പെയ്യും അല്ലെ, മഴ പെയ്തിരിക്കും, റെയിനിങ് എന്നൊക്കെ പറയാം. അപ്പോ ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മള് പ്രസന്റിൽ യൂസ് ചെയ്ത് ഹാസ്, ഹാവ്, സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്തു. അത് പാസ്റ്റിൽ വന്നപ്പോൾ സബ്ജക്റ്റിന് ശേഷം ഹാഡ് യൂസ് ചെയ്തു. ഇവിടെ വരുമ്പോൾ സബ്ജക്റ്റിന് ശേഷം വില്ല് വരും, അതിനുശേഷമാണ് ഹാവോ ഹാസോ വരിക. ഇപ്പൊ ഷീ വിൽ ആണ് വരെയെങ്കിൽ ഷീ വല്ലേ വന്നത്, അപ്പൊ ഹാസ് വരും. ഷീ വിൽ ഹാസ്. ഓക്കെ, she will have a have reached above അപ്പൊ ഹാവോ ഇവിടെ ഹാവോ ഹാസോ ഇല്ല, ഹാവോ വരും. ക്ലിയർ? ഡൗട്ട് ക്ലിയർ ആവണേ. ഹാസ് ഇല്ല, ഹാവോ മാത്രം വരാം. IUV സബ്ജക്ട് ഏതായാലും അതിന്റെ കൂടെ വില്ല് വരും, അതിന്റെ കൂടെ ഹാവ് വരും. ക്ലിയർ? ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഹാവിന്റെ കൂടെ ബീങ് വരും. അതിലുള്ള വ്യത്യാസം. സബ്ജക്ട് വിൽ, ഹാവ് പ്ലസ് ബി, പിന്നെന്താ ING പോകും. ക്ലിയർ ആണോ എല്ലാവർക്കും? ടെൻസസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കോ. സ്ട്രക്ചേഴ്സ് ഒന്ന് ക്ലിയർ ആവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്.
ഉണ്ട്. സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. സ്ട്രക്ചേഴ്സ് ഒരു ഷോർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കി കണ്ട. ഫസ്റ്റ് സ്ക്രീനിൽ നോക്കി എല്ലാവരും. പ്രസന്റ് സിമ്പിള് റൈറ്റ്സ് ഏതാ? കണ്ടിന്യൂസ് വരുമ്പോ ഈസ് ആർ റൈറ്റിംഗ് വരും അല്ലേ? മിസ്സേ സിനിമീംസ് ആനിമീംസും തരാൻ പറ്റില്ലായിരുന്നു. സിനിമീംസും ആനിമീംസും സിനോണിംസ്. ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റും ഇൻഡയറക്റ്റും പറയണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ടെൻസ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ടെൻസ് എടുത്തത്. അതിനുശേഷം ഡയറക്റ്റും ഇൻഡയറക്റ്റും അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്ക് സിനോണിംസും അനോണിംസും നോക്കാം. സുനിൽ സാർ അങ്ങനെ ആദ്യം തരുമായിരുന്നു. സുനിൽ സാർ ആദ്യം ഞങ്ങൾക്ക് അങ്ങനെ തരുമായിരുന്നു. ക്ലിയർ ആയില്ല? സുനിൽ സാറേ ആദ്യം ഞങ്ങൾക്ക് തരുമായിരുന്നു, ഇങ്ങനെ തരുമായിരുന്നു. ഏതായിരുന്നു? സിനിമീംസും ആന്റണീംസും അത് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. അത് നിങ്ങൾക്ക് എങ്ങനെയാണ്? നോട്ടായിട്ട് വേണോ അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നാ മതിയോ? അല്ല, മീനിങ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നാൽ മതി. മീനിങ് ആയിട്ട് പറഞ്ഞുതരാം. ഒരു വേർഡിന്റെ മീനിങ് ആയിട്ട്. ഓക്കെ മനസ്സിലായി. അപ്പൊ നമുക്ക് അത് ക്ലാസ്സില് ഡയറക്റ്റും ഇൻഡയറക്റ്റും പറഞ്ഞതിന് ശേഷം നമുക്ക് അത് നോക്കാം. ഓക്കെ. അപ്പൊ ടെൻസ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് പഠിക്കാൻ പറ്റും. ഇത് ഞാൻ ടെൻസ് എടുത്ത ആദ്യം. ഓക്കെ. ടെൻസസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? അതെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കോ? നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. പിന്നീട് എനിക്ക് എടുക്കണ്ടല്ലോ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇതിന്റെ കൂടെ എക്സ്ട്രാ നോട്ടോ അങ്ങനെ എന്തെങ്കിലും വേണോ? നോട്ട് വേണം. എക്സ്ട്രാ നോട്ടിന് വേണോ? അല്ലെങ്കിൽ ഈ നോട്ട് തന്നെ മതിയോ? എക്സ്ട്രാ നോട്ട് നിങ്ങൾ എഴുതിയെടുക്കാവോ? എക്സാമ്പിൾസ് ആണോ വേണ്ടത് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത നോട്ടാണോ വേണ്ടത്? ഫുൾ നോട്ട്. ഫുൾ നോട്ടോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ആവില്ലല്ലോ. എല്ലാവർക്കും വേണം നോട്ട്? എല്ലാവർക്കും വേണോ? അടുത്ത ക്ലാസ്സിന് കൂടെ നോട്ട് എഴുതേണ്ടി വരും. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല മിസ്സേ. ഓക്കെ. അപ്പൊ ഇതിക്കോളൂ പ്രസന്റ് സിമ്പിൾ ടെൻസ്. മലയാളത്തിലല്ലേ വേണ്ടത്? ഇംഗ്ലീഷില്? മലയാളം? ഇംഗ്ലീഷില്. പ്രസന്റ് സിമ്പിൾ ടെൻസ് എഴുതിക്കോളൂ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ദിവ്യ ഓക്കെ ആണോ? ഈ നോട്ട് മതിയാവുന്ന ഒന്ന് മതി. എല്ലാവരും ഒപ്പീനിയൻ പറയൂ. ആരൊന്നും പറഞ്ഞില്ല, സിദ്ധാർത്ഥ മാത്രമേ പറയുന്നുള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ നോട്ട് മതി മിസ്. ഈ നോട്ട് മതി. ഓക്കെ. ടെൻസ് എല്ലാവരും ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? നോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എല്ലാം ക്ലിയർ ആണ്. അതിന് ഷോർട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? പ്രസന്റ്, പാസ്റ്റ് സിമ്പിൾ, ഇവിടേക്ക് എന്തൊക്കെയാണ്? വില്ല്, ഷാള്, ഹാവ്, ബി, കണ്ടോ? പ്രസന്റ് കണ്ടിന്യൂസ് നോക്കൂ. ഇവിടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ലാസ്റ്റ് നോക്കിയ പാസ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇവിടെ വിൽ, ഷാല് കഴിഞ്ഞിട്ട് ഹാവ് ഉണ്ട്. ഹാവ് ഉണ്ട് മിസ്സിംഗ് ആണ്. ഞാനത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ. ഞാൻ കുറച്ച് മലയാളത്തിൽ പറഞ്ഞ് നിങ്ങൾക്കത് പറയാം. അല്ലെങ്കിൽ ഇതിലുണ്ടോ സെന്റൻസ് പറഞ്ഞ് നിങ്ങൾക്ക് ഏത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നോക്കാം. നമുക്ക് നോക്കാം. ഇന്ന് ഫുള്ള് നമുക്ക് ടെൻസ് നോക്കാം. He was eating food. He was eating food. Past continuous. He was eating food. Past continuous. Past Continuous.
Yeah, past continuous ആണ്. Correct ആണ്. Okay. Then she placed a book on the table. She placed a book on the table. Simple Simple present. present. She placed a book on Past the tense. Simple past. Yeah, simple past. Simple past ആണ്. She placed വന്നു. Past വന്നു. Okay, simple past ആണ്. Then we had been playing video game for 5 hours. We had been playing video games for 5 hours. Past perfect continuous. Present perfect. We had been playing. We had been playing. Past continuous. Past perfect continuous. സിമ്പിൾ Yeah, പ്രസന്റ് past simple present അല്ല. Past perfect continuous ആണ്. Past perfect continuous. Okay. Then they will be cooking food at this time. They will be cooking food at this time. Simple future. Continuous tense. They will be cooking food at this time. Future continuous. Future continuous. Yeah, future continuous ആണ്. Future continuous. Then boys will have played tennis. Boys will have played tennis. Boys will have Clear ആയില്ല. clear ആയില്ല. She will have studied hard during the exam. She will have studied hard during the exam. Future perfect. Past. Future perfect. She will have studied. Future perfect tense. Yeah, correct ആണ്. Future perfect tense ആണ്. Future perfect ആണ്. Yeah. Then my father goes to gym every day. My Simple father. Simple present. Simple present. Yeah, simple present ആണ്. Yeah, simple present ആണ്. I'm eating fruit. I'm eating food. എങ്ങനെയാണ്? Present continuous. Yeah, present continuous ആണ്. Correct ആണ്. Then you have been telling a lie. You have been telling a lie. present perfect continuous. Yeah, present perfect continuous. അപ്പൊ ടെൻസ് എല്ലാവരും ക്ലിയർ ആയി അല്ലേ? ഇന്നത്തെ ക്ലാസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? മനസ്സിലായി? ആ എല്ലാവരും നല്ല ആക്റ്റീവ് ആയിരുന്നു. ക്ലാസ്സിൽ എപ്പോഴും ഇങ്ങനെ പോവാം. ഓക്കെ, നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഇനിയിപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റ് സ്പീച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടെൻസ് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ കുറച്ചൊരു എളുപ്പമായിരിക്കും. പാസീവ് വോയിസ് ഇപ്പൊ ക്ലാസ് ഇതുവരെ എടുത്തെല്ലാം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ എന്തൊക്കെയാ എടുത്തേ? കോൺഗേൾ എടുത്തു, പാസീവ് വോയിസ് എടുത്തു, ക്വസ്റ്റ്യൻ ടാഗ് എടുത്തു, ടെൻസ് എടുത്തു, പിന്നെ എന്തൊക്കെയാ എടുത്തേ? അങ്ങനെ കുറച്ചൊക്കെ എടുത്ത് കഴിഞ്ഞല്ലേ? ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടേ? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് പറഞ്ഞു, പിന്നെ സിനോണിംസ് അനോണിംസ് വേണം. ദെൻ എന്തൊക്കെയാ ഇമ്പോർട്ടൻസ്? എന്നിട്ട് എന്താ അറിയില്ല? സിനോണിംസ് മതി. സിനോണിംസ് എന്തായാലും ഞാൻ പറയാം. സിനോണിംസ് അത് കുറെ നാളെ ചോദിക്കും. ഞാൻ പറയാം. ഡയറക്റ്റ് ഇൻഡയറക്റ്റും പറയാം. അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് അത് രണ്ടും നോക്കാം. ഓക്കെ, ഓക്കെ അല്ലേ എല്ലാവരും? Okay. അതെ.
എക്സ്ട്രാ നോട്ട് V1, V2, V3 വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? എന്ത് പറഞ്ഞിരുന്നോ? വേർബ് അത് വേണം എല്ലാവർക്കും. വേർബിന്റെ ഫസ്റ്റും സെക്കൻഡും തേർഡ് ഫോം അത് ഓക്കെ. അത് ഞാൻ ഈ നോട്ടിന്റെ കൂടെ ക്ലാസ് റൂമിൽ ഇടാം. ടെൻസിന്റെ കൂടെ ക്ലാസ് റൂമിൽ ഇടാം. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. Okay, thank you, miss. താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you, Miss. Thank you, Miss.